ഒട്ടേറെ പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദീർഘമായി ഇനി സംസാരിക്കേണ്ടതുമില്ല. ഞാൻ MLA ആയി വരുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളോട് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ഈ നാട്ടിൽ നമുക്ക് റോഡ് വേണം, പാലം വേണം, മറ്റു ഭൗതിക സാഹചര്യങ്ങളെല്ലാം വേണം. പക്ഷെ അതല്ല എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി. ഈ ഇരിക്കുന്ന സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളിൽ നിന്ന് ഒരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്ന കുട്ടിയെ ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ശ്രമം. ഒരു നോളജ് റവല്യൂഷനാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായി തീരേണ്ടത്. അടിവരയിടുന്ന കാര്യമാണ്. പ്രത്യേകമായി ഞാൻ അഭിനന്ദനം അറിയിക്കുകയുമാണ്. ഈ വിജയങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്യുന്നു, നമ്മുടെ രക്ഷിതാക്കൾ അതിൻ്റെ കൂടെ ഉറക്കൊഴിഞ്ഞു നിൽക്കുന്നു, നമ്മുടെ അധ്യാപകർ അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് അവരെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരൊറ്റ ഉപദേശം മാത്രമാണ് ഈ ചടങ്ങിൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. ജയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പരീക്ഷ നിങ്ങൾ എഴുതിയത് ഒരു കോവിഡിൻ്റെ അതിതീവ്രമായ ഒരു ഘട്ടത്തിലാണ്. പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. കോവിഡ് ഉണ്ടോ, കോവിഡ് വരുമോ, അല്ലേ? ഇതിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആളുകൾ നമ്മളെ തെർമോമീറ്ററുമായിട്ട് നിൽക്കുകയായിരുന്നു. കുട്ടിക്ക് പനി ഉണ്ടോ, ചൂടുണ്ടോ നോക്കി, അല്ലേ? ആ ചൂടൊക്കെ മറികടന്ന് നിങ്ങൾ നേടി ഈ വിജയത്തിന് 10.5 മാറ്റിൻ്റെ തിളക്കമുണ്ട് എന്ന് സന്തോഷത്തോടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് ഈ വിജയം ഒരു 1.5 വിജയമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ അനുമോദനങ്ങൾ നേടും. അതോടൊപ്പം ഇതൊരു ടേണിംഗ് പോയിന്റാണ്. +2 കുട്ടികളുണ്ട്, +2 കഴിഞ്ഞ കുട്ടികളുണ്ട്, SSLC കഴിഞ്ഞ കുട്ടികളുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ആകെ അധ്വാനിക്കേണ്ടത് ഇനി വരുന്ന ഒരു 6-7 വർഷമാണ്. അങ്ങനെ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നിങ്ങളുടെ കപ്പലെടുപ്പിക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഹാർഡ് സീസ് മേക്സ് ഗുഡ് സെയിലേഴ്സ് എന്ന്. പ്രക്ഷുബ്ധമായ കടലാണ് മികച്ച നാവികരെ സൃഷ്ടിക്കുന്നതെന്ന്. കടൽ ശാന്തമാകുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ പ്രക്ഷുബ്ധമായി തിരമാലകൾ ഇളകി മറിയുന്ന ഒരു കടലിലൂടെ നിങ്ങൾക്ക് കപ്പൽ ഓടിക്കാൻ കഴിയുമ്പോഴാണ്, തിരമാലകളെ മുറിച്ചു കടക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിജയികളാകുന്നത്. തിരമാലകളെ മുറിച്ചു കടന്നവരാണ് നിങ്ങൾ എന്നതുകൊണ്ട് നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഫോക്കസ്ഡ് ആവുക എന്നതാണ് പ്രധാനം. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്താണ് എൻ്റെ ലക്ഷ്യമെന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ എവിടെയാണ് എത്തേണ്ടതെന്ന് ഓരോ കുട്ടിയും ഇന്ന് തീരുമാനിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങളുടെ ഒരു മെന്ററായി കൂടെ നിൽക്കാൻ MLA എന്ന നിലയിൽ ഞാൻ ഉണ്ടാകും എന്നുള്ള വാഗ്ദാനമാണ് ഞാൻ. 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് കുറേ റോഡുകൾ ടാർ ചെയ്തതല്ല, കുറേ പാലങ്ങൾ ഉയർന്നതല്ല, കുറേ കുട്ടികൾ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്ന ദിവസമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ഈ സ്ഥാപനങ്ങളെല്ലാം വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മുടെ ഭരണാധികാരികളെല്ലാം അതിനനുകൂലമായി ചിന്തിക്കുന്നവരാണ്. നമ്മുടെ നാട്ടുകാർ അതിന് വെള്ളവും വളവും നൽകാൻ തയ്യാറാണ്. ഞാൻ പലപ്പോഴും പല ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പങ്കെടുക്കുമ്പോഴും ഞാൻ ആളുകളോട് പറയാറുള്ളത്, ഒരു 25% എങ്കിലും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇനി വിദ്യാഭ്യാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിനർത്ഥം ആ തലമുറയെ രക്ഷപ്പെട്ടു എന്നാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, വ്യത്യസ്ത സാമ്പത്തിക ശ്രേണിയിലുള്ളവരാകാം. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ മേൽവിലാസം മാറ്റി എഴുതാൻ
നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അത് നിങ്ങൾ ചെയ്തിരിക്കണം എന്നതാണ് പ്രധാനം. ഇന്ന് നിങ്ങളുടെ വീട് അറിയപ്പെടുന്നത് ഒരു കൂലിപ്പണിക്കാരൻ്റെ വീടാണെങ്കിൽ, ഒരു ഓട്ടോ ഡ്രൈവറുടെ വീടാണെങ്കിൽ, ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ വീടാണെങ്കിൽ അതൊന്നും മോശമായ കാര്യമല്ല. അതൊന്നും തൊഴിൽ എന്ന നിലയിൽ ഒരു ഗ്രേഡ് കുറഞ്ഞ കാര്യവുമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നാളെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അഭിമാനത്തോടെ പറയാൻ കഴിയണം, ഇതൊരു കളക്ടറുടെ വീടാണ്, ഇതൊരു ഡോക്ടറുടെ വീടാണ്, ഇതൊരു പ്രൊഫഷണലായ ഒരാളുടെ വീടാണ് എന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്കേ കഴിയും. അതുകൊണ്ട് ഫോക്കസ്ഡായി പഠിക്കുക, നന്നായി കഠിനമായി പരിശ്രമിക്കുക, നിങ്ങളുടെ ലക്ഷ്യം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു. ഒപ്പം ഈ സ്വാതന്ത്ര്യത്തിന്റെ അനുപമമായ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാവുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.